ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വൈറ്റ്. ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിലെ കോക്സ് ബസാർ. അപ്പം ഇന്ന് നൈറ്റിലെ നമ്മളെ കോക്സ് ബസാർ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. കോക്സ് ബസാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തീരമുള്ള സ്ഥലമാണ് ബംഗ്ലാദേശിലെ ഇത്. അതിൻ്റെ സെക്കൻഡ് നമ്മുടെ ചെന്നൈയിലുള്ളത് മറീന ബീച്ച്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിലെ ഏറ്റവും മനോഹരവും പ്രശസ്തവുമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്, കോക്സ് ബസാർ. ആ കോക്സ് ബസാറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടല്ലേ, കോക്സ് ബസാർ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി. ഞാൻ ചിറ്റഗോങ്ങിൽ നിന്ന് ബസ്സിന് വന്ന് കോക്സ് ബസാറിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇപ്പോൾ ഇലക്ട്രിക് റിക്ഷയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിലാണ് പോകുന്നത്. പക്ഷേ ഹോട്ടൽ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഇഷ്ടംപോലെ സൗകര്യം പോലെ എടുക്കാമെന്നാണ് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മളെ വണ്ടിക്കാരനായിട്ടുള്ള കരാർ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓൻ നല്ല ഹോട്ടൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഓൻ എന്തെങ്കിലും ഒരു കമ്മീഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് പ്രശ്നമൊന്നുമില്ല, ഓൻ്റെ ഒരു പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് ഹോട്ടലുകൾ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. പോയിട്ട് ഏകദേശം നമ്മളൊരു ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ ഒരു റോഡിൻ്റെ അപ്പുറം കംപ്ലീറ്റ് ബീച്ചുകളുണ്ടത്. ഇത് കംപ്ലീറ്റ് ബീച്ചുള്ള ഏരിയയാണ്. അതിനെപ്പറ്റി ഞാൻ വിശദീകരിച്ച് ഞാൻ പിന്നെ പറയുന്നുണ്ട്. ഓരോ ബീച്ചിന് ഓരോ പേരുണ്ട്. ഞാനിപ്പോൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് സുഗന്ധ ബീച്ചിൻ്റെ അടുത്താണെന്നാണ് നമ്മളെ റിക്ഷക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബഷാത്തി ഹോട്ടലൊന്ന് കയറി നോക്കട്ടെ. നമ്മളെ റിക്ഷക്കാരനിവിടെ സൈഡാക്കുന്നുണ്ട്. കയറി നോക്കിയിട്ട് നമുക്ക് ഉക്കണി ഇവിടെ നിൽക്കാം, അതല്ലെങ്കിൽ പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ശരിയായിട്ടില്ല. അപ്പോൾ അവിടുന്ന് നമ്മളങ്ങനെ പോവുകയാണ്. ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് ഇവിടെ. അതിന് ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് ഹോട്ടലുകൾ. കൂടുതലും ബംഗ്ലാദേശികൾ തന്നെയാണ്. നമ്മുടെ ടൂറിസ്റ്റ് വിദേശികൾ വളരെ കുറവാണ്, ആരെയും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഹോട്ടലിൽ നിന്നാണ് നമ്മളെ റിക്ഷക്കാരൻ പറയുന്നത്. ഇതൊരു കടലക്കച്ചവടമാണ് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മളിവിടുത്തെ ഹോട്ടൽ. അപ്പോൾ അതിൻ്റെ വിസിറ്റിംഗ് കാർഡാണ്. അതിൻ്റെ ബാക്ക് സൈഡാണ് ഇത്. 609 റൂം നമ്പർ. ഇതാണ് റൂം. 1500 താക്കയാണ് പറഞ്ഞത്. ഇതെൻ്റെ ഹാളിലുള്ളൊരു സംഭവമാണ്. ഇതോടെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കി കാണാം. 6ാം നിലയിലാണ് നമ്മളെ റൂമുള്ളത്. ഇനിയാണ് പുറത്തേക്ക് പോവാണ്. സിറ്റിയിലാണ്. ഇവിടെ നൈറ്റിലൊന്ന് വീട്ടിലൂടെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് നൈറ്റിലെ കാഴ്ചയൊക്കെ ഒന്ന് കാണാം. ഇവിടെ കണ്ടമാനം റിസോർട്ടല്ല ഹോട്ടലുകളുള്ളത്. കാരണം അവിടെ ഒരുപാട് വിദേശികൾ വരുന്നതുകൊണ്ട് ഇവിടെ ലോകത്തെ ഏറ്റവും നീളം കൂടിയ തീരമുള്ള സ്ഥലമാണ്.
സെക്കൻഡ് നമ്മളെ മറൈൻ ഡ്രൈവ് ചെന്നൈയിലുള്ള മറീന സോറി മറീന ബീച്ച്. ഞാനിപ്പോൾ പോകുന്നത് ഒരു മോട്ടോർ ഉള്ള ഒരു റിക്ഷയിലാണ്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ. ഇവിടെ കൂടുതലും മോട്ടോറുള്ള റിക്ഷയാണ് കാണുന്നത്, മറ്റേത് കുറവാണ് കാണുന്നത്. അപ്പം ഞാനിപ്പോൾ പോകുന്നത് ഈ സുഗുന്ത ബീച്ചിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ മോട്ടോറിൻ്റെ ഫ്രണ്ട് ഭാഗം, സുഗുന്ത ബീച്ച്. അവിടേക്കുള്ള മെയിൻ റോഡിൽ നിന്നിട്ട് ലെഫ്റ്റിലേക്ക് ഒരു കട്ടിംഗ് ആണ്. ഇതെന്തൊരു വലിയൊരു ടാങ്കോ കാര്യം എന്തോ ഉണ്ട് ഇവിടെ. അപ്പോൾ സുഗുന്ത ബീച്ചിൻ്റെ അവിടേക്കാണ് പോകുന്നത്. ഇനി നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് അങ്ങനെ നടന്നു പോകണം. ഇതുണ്ട് കംപ്ലീറ്റ് റിക്ഷ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. എവിടെ നോക്കിയാലും റിക്ഷയാണ്, കൂടുതലും മോട്ടോറുള്ള റിക്ഷയാണ്. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇറങ്ങുകയാണ്. നമ്മുടെ റൂമിൽ നിന്ന് ആകെ 30 ഇതാക്കിയാണ് പറഞ്ഞ്. ഇവനാണ് നമ്മളുടെ ക്യാപ്റ്റൻ. അപ്പം നമ്മൾ രാത്രിയിലെ കോക്ക് ബസാറിലെ ബീച്ചൊന്ന് കാണാൻ പോവുകയാണ്. എനിക്ക് ഈ ബീച്ച് കാണണമെന്ന് ആഗ്രഹം തുടങ്ങിയത് ഞാൻ 2 കൊല്ലം മുമ്പ് ചെന്നൈയിൽ പോയപ്പോൾ അവിടുത്തെ മറീന ബീച്ച് അത് സെക്കൻഡാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കാണാമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്തും ഫസ്റ്റ് എന്നുള്ള എൻ്റെ ഒരു ഇതിൽപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബംഗ്ലാദേശിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഉള്ളതെന്നറിയാം. അങ്ങനെ സെക്കൻഡാണ് നമ്മുടെ ചെന്നൈയിലുള്ളത്. അങ്ങനെയാണ് എൻ്റെ ഈ ബംഗ്ലാദേശ് ആഗ്രഹം നടന്നിട്ടുള്ളത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തീരമുള്ള സ്ഥലമാണ് ഈ കോക്സ് ബസാർ. ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ കംപ്ലീറ്റ് ഇരുട്ടാണ്, വളരെ ലൈറ്റ് തീരല്ല. ഇനി പകൽ വരുമ്പോൾ ബാക്കിയുള്ള പകലിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഏതായാലും രാത്രി വന്ന സമയമുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടേക്കൊന്ന് വന്നാണ് ഈ ഒരു ഭാഗത്തേക്ക്. ഇവിടെ ബീച്ചിന് പല പേരുകളുണ്ട് ഓരോ സ്ഥലത്ത്. ഇതിൻ്റെ പേരാണ് സുഗുന്ത ബീച്ച്. നമ്മളൊരു മലയാളി പേര് പോലെ ഉണ്ട്. ഇവിടെ നല്ല തിരണ്ട്. അപ്പോൾ അതിനെ പോലെ തിരക്കുണ്ട്. ഞാൻ പിന്നുള്ളൊരു തിരക്ക് കണ്ടിട്ടുള്ളത് രാത്രി നമ്മളെ വർക്കല ബീച്ചിലാണ്. കൊല്ലം വർക്കല ബീച്ചിൽ ഇതേപോലെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ കണ്ടു പോവാം. ബംഗ്ലാദേശിലെ ഏറ്റവും മനോഹരവും പിന്നെ പ്രശസ്തവുമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ കോക്സ് ബസാർ. ബംഗ്ലാദേശിൻ്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ ഇവിടെ കണ്ടമാനം വരുന്നുണ്ട്. പിന്നെ വിദേശികളും വരുന്നുണ്ട്. വിദേശികൾ കുറവാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ കണ്ടിടത്തോളം കംപ്ലീറ്റ് ഇവരെന്നെ ഈ നാട്ടുകാർ തന്നെയാണ് കൂടുതലുള്ളത്. ഇവിടെ വെള്ളിയും ശനിയും ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാകും. കാരണം ഇവിടുത്തെ ആഴ്ചയിലെ 2 ലീവ് വെള്ളിയും ശനിയാണ് ഉള്ളത്. പിന്നെ ഈ കോക്ക് ബസാറിന് വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രധാന മത്സ്യബന്ധന തുറമുഖം കൂടിയാണ് ഈ കോക്സ് ബസാർ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ സ്വാഭാവിക കടൽ തീരാന്ന ഇതിന് പറയാം കോക്ക് ബസാറിന്. അതായത് മനോഹരമായ ചെരുവോടുകൂടി 120 കിലോമീറ്ററാണ് ഈ കടൽത്തീരുള്ളത്. അതിവിടെ ആരെയും ആകർഷിക്കുന്നൊരു മോഡലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് ആളുകൾ കാണാൻ വരുന്നത്. ഈ കോക്സ് ബസാർ എന്നുള്ള പേര് വരാനൊരു കാരണമുണ്ട്. അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഇതിന് ഈ നാട്ടുകാർ പനോവ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അതായത് പനോവ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പുഷ്പം എന്നാണ് ബംഗ്ലാദേശിൽ പറയുന്നത്. അങ്ങനെയും ഈ ഒരു സ്ഥലത്തിന് പേര് പറയുന്നുണ്ട്. ഇവിടെ കുറേ ഇത് കണ്ടില്ലേ, ഇരിക്കാനുള്ളതാണ്. ഇവിടെ ഇങ്ങനെ ഈ കടപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഇതിനൊക്കെ വാടക കൊടുക്കണം. ഇംഗ്ലീഷുകാർ ബിക്കിനിയൊക്കെ ഇട്ടിട്ട് ഇരിക്കാനുള്ള മോഡലുള്ളൊരു സംഭവമാണിത്. അതിങ്ങനെ നീളത്തിൽ ഒരുപാട് പ്രൈവറ്റ് ആൾക്കാർ നമ്മളിവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിൻ്റെ ആളുകൾ വന്ന് നോക്കും. അപ്പോൾ അതിന് 1 മണിക്കൂറിന് ഇത്രയെന്ന് വെച്ചുള്ളൊരു ചാർജാണ്. നമുക്കിനി പകലിൽ കാണാൻ കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കന്നുണ്ട്. കണ്ടില്ലേ, എല്ലാവിധ സകല കച്ചവടക്കാരുണ്ട് ഇവിടെ. ഇരുട്ട് ഇവരൊക്കെ LED ലൈറ്റ് കത്തിച്ചിട്ടാണ് ഈ കച്ചവടക്കാരൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ആ സീറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ആ സൈഡിൽ അങ്ങനെ തീരത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്.
ഇതുണ്ട് ലൈറ്റായിട്ട് പോകുന്നുണ്ടല്ലേ, നെഞ്ഞത്ത് ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു LED ലൈറ്റും കത്തിച്ചിട്ടാണ് കച്ചവടക്കാർ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അങ്ങനെയാണ്. എൻ്റെ ഒരുത്തൻ ലൈറ്റ് ഇട്ടിട്ട് ഓടുന്നുണ്ടല്ലേ, അതിൻ്റെ മുകളിലും ലൈറ്റ് ഉണ്ട്, LED ലൈറ്റുകളാണൊക്കെ. ഇവിടെ ബംഗ്ലാദേശി കുട്ടികൾ ഇങ്ങനെ കയ്യിൽ മറ്റേ കിലുക്കം മുട്ടിയിട്ട് പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഒന്ന് കാണാം നമുക്ക്. കോക്സ് ബസാറിലെ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രക്കും ദാരിദ്ര്യം പിടിച്ച മലയാളികൾ ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശ്. ഇവിടെ വന്ന ശേഷം ഒരു മലയാളീനെ പോലും ഇതുവരെയായിട്ടും കാണാൻ പറ്റിയിട്ടില്ല. രാത്രിയിലെ തിര, കോക്സ് ബസാർ, ബംഗ്ലാദേശ്. ഇപ്പോൾ സമയം രാത്രി 8:30 മണിയായിരിക്കുന്നു. കാരണം ഇനി ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് ഇരുട്ടാണ്, ഒന്നും അങ്ങനെ കാര്യമായി കാണാനില്ല. അപ്പം ഇനി ബാക്കി നാളെ രാവിലെ നേരത്തെ വന്നിട്ട് ഇവിടുത്തെ ലോകത്തെ ഏറ്റവും നീളം കൂടിയ തീരൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ തടിയെടുക്കുകയാണ് മണലിൽ. അങ്ങനെ നടന്ന് അങ്ങനെ അങ്ങോട്ട് പോകണം. അത്യാവശ്യം നല്ല ക്ഷീണവും കാര്യങ്ങളുണ്ട്, രാവിലെ പുറപ്പെട്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നാളെ നമുക്ക് രാവിലെ ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ എപ്പോഴും തിരക്ക് തന്നെയാണ്. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഇവിടെ തിരക്കുണ്ടാവുമെന്ന് പറഞ്ഞു, കാരണം അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് ഞാനൊരു മോട്ടോറിക്ഷ എടുത്തിട്ട് 30 ടാക്കന്നെ ഉള്ളൂ, വളരെ കുറഞ്ഞ പൈസ ഉള്ളൂ. നടക്കണേ പിന്നെ ഒരു 10-15 മിനിറ്റ് നടക്കണം. ഇനി നാളെ രാവിലെ നടന്നു പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ രാത്രി ഇപ്പം ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും റിക്ഷക്കാരൻ്റെ കൂട്ടത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ഹോട്ടലിലേക്ക്. എന്തെങ്കിലും ഒന്ന് കഴിക്കുകയും വേണം ഭക്ഷണം. ഈ രാത്രിയിലും ഇവിടെ നല്ല തിരക്കാണ്, കണ്ടില്ലേ? അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മുടെ റിക്ഷക്കാരൻ പിന്നെ ഓപ്പോസിറ്റ് പോവുകയാണ്. മുനന്ത എളുപ്പവഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പുറത്തുകൂടി പോകുന്നത് വണ്ടി. അപ്പം ശരിക്കും അപ്പുറത്തു കൂടിയാണ് പോയിട്ട് ഇങ്ങനെ തിരിച്ചു തരണം. ഇവനെന്തോ ഒരു വിളവെടുക്കുകയാണ് തോന്നുന്നുണ്ട്. കണ്ടില്ല, ഇത് കംപ്ലീറ്റ് ഈ സംഭവമാണ്, ഈ റിക്ഷകളാണ്. ഓട്ടോറിക്ഷയുണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ ധാക്കയിലുള്ള മോഡലല്ല, ഇത് കുറച്ചും കൂടി ഇങ്ങനെ വീതിയുള്ള ഭാഗമാണ്. അതിന് പുറമെ ഡ്രൈവർ എടുത്ത് ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ മോട്ടോർ സൈക്കിളിനെ കുറച്ച് അങ്ങനെ അതിനൊരു ബാക്കിലൊരു സീറ്റൊക്കെ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, അതേ ഒരു ലുക്കിലുള്ളതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഏതായാലും ബംഗ്ലാദേശിൽ നല്ല രസം തന്നെയാണ്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഓരോ നാട്ടിലും ഓരോ ഇതുണ്ടല്ലോ. കൽക്കട്ടൻ്റെ ഒരു ഭാഗം തന്നെയാണ്, കൽക്കട്ടയിലൊരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഈ ധാക്കയിലൊക്കെ ഉള്ളത്. അതിൻ്റെ ഒരു ബാക്കി തന്നെയാണ് ഇവിടെ ഉള്ളത്.
കാരണം ബംഗാളിൻ്റെ ബാക്കിയാണല്ലോ ഉള്ളത്. അപ്പം ഇനി നമുക്ക് ബാക്കി നാളെ കാണാം. അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.